അങ്ങനെ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് രാജ്യ തലസ്ഥാനത്ത്. ഭരണം നിലനിർത്താൻ ആം ആദ്മി പാർട്ടിയും ഡബിൾ എഞ്ചിൻ സർക്കാരിനായി BJPയും കളത്തിലിറങ്ങിയതോടെ പ്രചാരണ ചൂടിലാണ് ഡൽഹി. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും രംഗത്തെത്തിയതോടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹിയിൽ കളമൊരുങ്ങുന്നത്. രാഷ്ട്രീയ വിപ്ലവം സൃഷ്ടിച്ച് 2013 കളം പിടിച്ച ആം ആദ്മി പാർട്ടി ഇക്കുറി നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി. മദ്യനയ അഴിമതി ആരോപണം, പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം, കോടികൾ ചെലവഴിച്ചുള്ള ഔദ്യോഗിക വസതി മോടിപിടിപ്പിക്കൽ, നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് ആം ആദ്മി പാർട്ടി ജനവിധിക്കിറങ്ങുന്നത്. മധ്യവർഗത്തിന്റെ പൾസറിഞ്ഞ് ജനകീയ പദ്ധതികൾ നടപ്പാക്കി കയ്യടി നേടിയ അരവിന്ദ് കെജ്രിവാൾ 3ാം തവണയും ഭരണത്തിലേറാനായി നോട്ടമിടുന്നതും ജനകീയ പ്രഖ്യാപനങ്ങളിൽ തന്നെ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 അക്കം കടക്കാൻ സാധിക്കാത്ത BJP ഇക്കുറി ഡൽഹി പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും മുഖം. വികസന പ്രവർത്തനങ്ങളാണ് BJPയുടെ പ്രചാരണ ആയുധം. ഡൽഹിയിൽ 12,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതോടൊപ്പം CAG റിപ്പോർട്ടും അഴിമതി ആരോപണവും BJPക്ക് പിടിവള്ളിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ചിട്ടും കാലിടറിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതാകും നിയമസഭാ തെരഞ്ഞെടുപ്പ്. തലയെടുപ്പുള്ള നേതാവിന്റെ അഭാവമാണ് തുടർച്ചയായി 15 വർഷം ഭരണത്തിലിരുന്നിട്ടും ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത നിലയിലേക്ക് കോൺഗ്രസ് തകരാൻ കാരണം. ജയിൽവാസം നേരിട്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 3 മന്ത്രിമാർ. രാജ്യത്ത് മറ്റൊരു സർക്കാരും നേരിടാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പിന്റേതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.